സ്വാഗതം. മരിച്ചവരുടെ പേരും സ്ഥലത്തില്ലാത്തവരുടെ പേരും മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിൽ നിന്ന് നീക്കം ചെയ്ത് നിയമ നടപടിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പൊതുവിതരണ വകുപ്പ് ആവശ്യപ്പെട്ടു. റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച സമയപരിധി കഴിഞ്ഞിട്ടും ചെയ്യാത്തവരെ കണ്ടെത്താനുള്ള പരിശോധനയും ഉടൻ തുടങ്ങുന്നതാണ്. പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗം കാർഡ് ഉടമകളായ ഒട്ടേറെ പേർ ഇനിയും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല. അന്ത്യോദയ, അന്ന യോജന കാർഡ് ഉടമകളും മസ്റ്ററിംഗ് നടത്താനുണ്ട്. പലതവണ സമയം നീട്ടി നൽകിയിട്ടും വഴങ്ങാത്ത ഇത്തരക്കാരെ ഇൻസ്പെക്ടർമാർ ഇനി ഫോണിൽ വിളിക്കും. എടുത്തില്ലെങ്കിൽ നേരിട്ടെത്തി കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ജീവിത നിലവാരം ഉയർന്നിട്ടും റേഷൻ കാർഡിലെ കാറ്റഗറി മാറാത്ത 200 പേരെ കണ്ടെത്തി അടുത്തിടെ പിഴ ഈടാക്കിയിരുന്നു. അനർഹമായി കൈപ്പറ്റിയ റേഷൻ നഷ്ടം തിരിച്ചുപിടിക്കാൻ പൊതുവിതരണ വകുപ്പ് താലൂക്ക് അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണ്. സംസ്ഥാനത്തിലില്ലാത്തവർ മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താകില്ല. NRK എന്ന പദവി നൽകുന്നതാണ്. സംസ്ഥാനത്തിന് പുറത്തായതിനാൽ റേഷൻ മസ്റ്ററിംഗ് ചെയ്യാനാകാത്തവരെ മുൻഗണനാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. സ്ഥലത്തില്ലാത്തവരെ നോൺ റെസിഡന്റ് കേരള NRK വിഭാഗമായി രേഖപ്പെടുത്തുന്നതാണ്. നാട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. സെപ്റ്റംബറിലാണ് മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങൾക്ക് EKYC തുടങ്ങിയത്. 1.48 കോടി പേരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത്. ഇതേവരെ 1.34 കോടി ആളുകൾ മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട്. 14 ലക്ഷം പേർ എന്തുകൊണ്ട് ഒഴിവായി എന്ന് അന്വേഷിക്കുന്നതാണ്. ഇതിന് റേഷൻ കടയുടമകളുടെ സഹായത്തോടെ റേഷൻ ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പരിശോധിക്കുന്നതാണ്. ഡിസംബർ 31 വരെയാണ് മസ്റ്ററിംഗ് അവസരം നൽകിയതെങ്കിലും ഇപ്പോഴും തുടരുന്നുണ്ട്. മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ടൈഡ് ഓവർ വിഹിതമായി കേന്ദ്രം അനുവദിക്കുന്ന 3.99 ലക്ഷം ടൺ അരി വിഹിതം കൂട്ടണമെന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യം തൽക്കാലം കേന്ദ്രം പരിഗണിക്കില്ല. 2016 ഭക്ഷ്യ നിയമം നടപ്പാക്കിയപ്പോൾ 57% കാർഡുകളാണ് ഈ വിഭാഗത്തിലേക്ക് മാറിയത്. ഇവർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ അരി നൽകുന്നുണ്ട്. 3.99 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം ഇതിന് തരുന്നത്. കഴിഞ്ഞ മാസവും ഭക്ഷ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കണ്ട് ഇത് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും സെൻസസിന് ശേഷമേ പരിഗണിക്കൂ എന്നാണ് കേന്ദ്രത്തിൻ്റെ നിലപാട്. 3 മാസം തുടർച്ചയായി റേഷൻ വാങ്ങാത്തവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച് പൊതുവിതരണ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. AAY മുൻഗണന, PHH സബ്സിഡി വിഭാഗങ്ങളിൽ നിന്നായി സംസ്ഥാനത്ത് ആകെ 65,072 റേഷൻ കാർഡ് ഉടമകളെയാണ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് തരം മാറ്റിയത്. ആനുകൂല്യങ്ങളുള്ള കാർഡ് കൈവശം വയ്ക്കുകയും സ്ഥിരമായി റേഷൻ വാങ്ങാതിരിക്കുകയും ചെയ്തവരുടെ പട്ടിക തയ്യാറാക്കിയാണ് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് പുറത്താക്കിയത്. 94,02,467 റേഷൻ കാർഡുകളാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട PHH 53,738 കുടുംബങ്ങൾ റേഷൻ വാങ്ങുന്നില്ലെന്നാണ് കണ്ടെത്തിയത്. ഇവരെ പൊതുവിഭാഗം, അതായത് മുൻഗണനേതര വിഭാഗം NPNS റേഷൻ കാർഡിലേക്ക് തരം മാറ്റി. അന്ത്യോദയ AAY വിഭാഗം റേഷൻ കാർഡുകൾ കൈവശം വച്ചിട്ടുള്ള 7,040 കുടുംബങ്ങളും പൊതുവിഭാഗം സബ്സിഡിയുള്ള NPS 4,332 റേഷൻ കാർഡ് ഉടമകളും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല.
ഇവരുടെ റേഷൻ കാർഡും പൊതുവിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ റേഷൻ കാർഡുകൾ തരം മാറ്റപ്പെട്ടത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ ആകെ 8663 റേഷൻ കാർഡുകളാണ് മാറ്റിയത്. ഏറ്റവും കുറവ് വയനാട്ടിലാണ്. ഇവിടെ 869 റേഷൻ കാർഡുകളും തരം മാറ്റിയിട്ടുണ്ട്. ആധാറിലെയും റേഷൻ കാർഡിലെയും പേരിലെ പൊരുത്തക്കേട് മൂലം സംസ്ഥാനത്ത് ലക്ഷത്തിലേറെ പേരുടെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് EKYC അസാധുവാക്കി. റേഷൻ കടയിലെ ഇ-പോസ് യന്ത്രത്തിൽ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയവരുടേതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അസാധുവാക്കിയത്. മസ്റ്ററിംഗ് നടത്തിയവരിൽ ചിലരുടെ റേഷൻ കാർഡിലെയും ആധാറിലെയും പേരുകളിൽ പൊരുത്തക്കേടുണ്ട്. അത് 30% കൂടിയാൽ മസ്റ്ററിങ്ങിന് സാധുത നൽകില്ല. ഭക്ഷ്യധാന്യം ഉൾപ്പെടെ ഇതുമൂലം തടഞ്ഞു വയ്ക്കപ്പെടാനിടയുണ്ട്. ആദ്യഘട്ട മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പേരിലെ പൊരുത്തക്കേട് മൂലമുള്ള പ്രശ്നം സിവിൽ സപ്ലൈസ് അധികൃതർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിലുള്ള തുടർ നടപടിയെക്കുറിച്ച് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. റേഷൻ കടകളിലെ ഇ-പോസ് യന്ത്രത്തിൽ വിരലടയാളം നൽകിയവർ മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കിയെന്ന് കരുതിയാണ് മടങ്ങുന്നത്. എന്നാൽ താലൂക്ക് തല പരിശോധനയിൽ മസ്റ്ററിംഗ് അസാധുവാക്കപ്പെട്ട കാര്യം അവരറിഞ്ഞിട്ടില്ല. മഞ്ഞ, പിങ്ക് കാർഡുകളിലായി സംസ്ഥാനത്ത് 1.56 കോടി പേരുടെ മസ്റ്ററിംഗാണ് ഇതുവരെ പൂർത്തിയാക്കിയത്. അതിൽ 20 ലക്ഷത്തോളം പേരുടെ മസ്റ്ററിങ്ങിൻ്റെ സാധുത പരിശോധിക്കാനുണ്ട്. അതുകൂടി കഴിയുമ്പോൾ അസാധുവായവരുടെ എണ്ണം ഇനിയും ഉയരും. സംസ്ഥാനത്ത് മസ്റ്ററിങ്ങിന് അനുവദിച്ചിട്ടുള്ള സമയം അസാധുവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ അതിനുശേഷം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ മസ്റ്ററിംഗ് നടത്താൻ കഴിയാത്തവരുമുണ്ട്. ഐറിസ് സ്കാനറിൻ്റെ സഹായത്തോടെ ഇവരുടെ കണ്ണടയാളം സ്വീകരിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. എന്നാൽ റേഷൻ കടകളിൽ ഐറിസ് സ്കാനറില്ല. അതിനാൽ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കാനാണ് സാധ്യത. കേന്ദ്ര സർക്കാർ നിർബന്ധത്തിന് വഴങ്ങി റേഷൻ മസ്റ്ററിംഗ് നടത്തിയെങ്കിലും ഭക്ഷ്യവിഹിതത്തിൽ ആശങ്കപ്പെട്ട് കേരളം. ഗുണഭോക്താക്കളുടെ EKYC നടത്തിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യധാന്യ വിഹിതം ലഭിക്കില്ലെന്നതാണ് കേന്ദ്രം നൽകിയിട്ടുള്ള സൂചന. ഇതിനു പുറമെ മഹാരാഷ്ട്ര മാതൃകയിൽ ഭക്ഷ്യധാന്യത്തിനു പകരം റേഷനുള്ള പണം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതി അണിയറയിലുണ്ടെന്നാണ് കേരളത്തെ അലട്ടുന്ന പ്രശ്നം. ഇതോടെ മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമായി റേഷൻ ചുരുങ്ങും. സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ മസ്റ്ററിംഗ് കേന്ദ്രം നിർബന്ധമാക്കിയത്. BPL വിഭാഗത്തിൽ 6 ലക്ഷവും മുൻഗണനാ വിഭാഗത്തിൽ 32 ലക്ഷവുമാണ് കേരളത്തിലെ റേഷൻ ഗുണഭോക്താക്കൾ. ഇതിൽ 95% മസ്റ്ററിംഗ് പൂർത്തിയായിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ പിന്നിലായതിനാൽ കഴിഞ്ഞ ഡിസംബർ 31 എന്നത് മാർച്ച് 31 വരെ നീട്ടുമെന്നാണ് പ്രതീക്ഷ. മസ്റ്ററിംഗ് നിർബന്ധമായതിനാൽ ചെയ്യാത്തവർക്ക് അടുത്ത സാമ്പത്തിക വർഷം മുതൽ ഭക്ഷ്യവിഹിതം ലഭിക്കാനിടയില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി മുംബൈയിലെ 2 താനെയിൽ 1 പരീക്ഷണാടിസ്ഥാനത്തിൽ DBT പദ്ധതി നടപ്പാക്കിയിരുന്നു. പുതുച്ചേരിയിലും പഞ്ചാബിലെ ചിലയിടങ്ങളിലുമൊക്കെ പദ്ധതി നടപ്പായി വരുന്നു. മസ്റ്ററിംഗ് വഴി ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ മുഴുവൻ കേന്ദ്രത്തിൻ്റെ പക്കലായതിനാൽ DBT നടപ്പാക്കാൻ ബുദ്ധിമുട്ടില്ല. അങ്ങനെ വന്നാൽ സംസ്ഥാനത്തെ റേഷൻ സംവിധാനം അടിമുടി താളം തെറ്റും. റേഷൻ കടകൾ അപ്രസക്തമാകുന്നതുമാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങൾക്ക് മാത്രമേ കേന്ദ്രത്തിൻ്റെ കണക്കിൽ റേഷന് അർഹതയുള്ളൂ. കേരളത്തിലാവട്ടെ മുൻഗണനേതര വിഭാഗങ്ങൾക്ക് സബ്സിഡിയിലും അല്ലാതെയും ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ളവരെ
മസ്റ്ററിംഗ് നടത്താത്തതിൻ്റെ പേരിൽ റേഷൻ കാർഡിൽ നിന്ന് നീക്കില്ല. പകരം അവരുടെ ഭക്ഷ്യധാന്യ വിഹിതം നിർത്തലാക്കുന്നതാണ്. ഇതര സംസ്ഥാനത്തുള്ളവർക്ക് അതത് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടത്താൻ സൗകര്യമുണ്ടായിരുന്നു. അതിനാൽ അത് പ്രയോജനപ്പെടുത്താത്തവരുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന് ഉടൻ തീരുമാനിക്കുന്നതാണ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ, കിടപ്പ് രോഗികൾ തുടങ്ങിയവരുടെ മസ്റ്ററിംഗ് മൊബൈൽ ആപ്പ് വഴി പൂർത്തിയാക്കാൻ കഴിഞ്ഞെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്താൻ സാധിക്കാത്തവരുമുണ്ടെന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്ക് പരാതി ലഭിച്ചിട്ടുണ്ട്. ഇത്തരക്കാരുടെ വിവരവും ശേഖരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.